സുകുമാറെ, തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഡിസംബർ 9-നും 11-നാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഇടതുമുന്നണിയായിരുന്നു മുൻതൂക്കം നിന്നത്. അപ്പോൾ ഇത്തവണ ആർക്കായിരിക്കും സാധ്യത? അല്ല, കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് വലിയ മുൻതൂക്കം ഉണ്ടായിരുന്നു. 60-70% സീറ്റുകളും നേടിയാണ്. ഏറെക്കുറെ കണ്ണൂർ ഒഴിച്ചുള്ള എല്ലാ കോർപ്പറേഷനുകളിലും നേടി. പഞ്ചായത്തുകളിൽ ഏതാണ്ട് 70% പഞ്ചായത്തുകളും നേടി. മുനിസിപ്പാലിറ്റികളിലും അങ്ങനെ തന്നെ. അപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് 2021 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്ക് CPM-നും ഒരു ക്ലീൻ സ്വീപ്പ് എന്നൊക്കെ പറയാവുന്ന തൂത്തുവാരിക്കൊണ്ട് പോരുന്നത്. അതെ അതെ അതെ. കാരണം അന്ന് പല കാരണം കൊണ്ടാണ്. ഒന്ന്, നമ്മൾ കൊറോണയുടെ മധ്യത്തിലാണ് ആ തെരഞ്ഞെടുപ്പ്, കോവിഡ് വ്യാപനത്തിൻ്റെ മധ്യത്തിലായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. കോവിഡ് നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാർ എടുത്ത നടപടികളോട് ജനങ്ങൾക്ക് വലിയ അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ കിറ്റുകളുടെ വിതരണം, എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കിറ്റുകൾ കൊടുക്കുക, സർക്കാർ എടുത്ത നടപടികൾ കോവിഡിനെ നിയന്ത്രിക്കാൻ, ഇതെല്ലാം ജനങ്ങളുടെ ഇടയിൽ ഒരു പ്ലസ് പോയിന്റ് അവർക്ക് ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ടാണ് 60-70% സീറ്റുകളിലോടെ അല്ലെങ്കിൽ 70% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വലിയൊരു ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ CPM-ന് ഇടതുമുന്നണിക്ക് അതുകൊണ്ടാണ് കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു കാലാവസ്ഥയല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ശബരിമല വലിയൊരു പ്രശ്നമായിട്ട് വരും, സാധ്യതയില്ലേ? ഉണ്ട്. കാരണം വെച്ചാൽ പല ഘടകങ്ങൾ ഇവർക്ക് എതിരാണ് ഈ ഇടതുമുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ. ഒന്ന്, ഈ പറഞ്ഞ ശബരിമല പോലത്തുള്ള വിവാദം. പിന്നെ ഭരണവിരുദ്ധ തരംഗം നന്നായിട്ടുണ്ട്. വളരെ പിണറായി സർക്കാരിനെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ തരംഗമാണ്. അതിനവർക്ക് മറികടക്കാൻ കയ്യിലിപ്പോൾ നിലവിലൊന്നുമില്ല. ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ ഭരണവിരുദ്ധ തരംഗത്തെ മറികടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, സർക്കാർ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ആ പാർട്ടിക്കുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനിടയ്ക്ക് പല വിവാദങ്ങളും വന്നതും കൂടിപ്പോയി. വിവാദങ്ങൾ വന്നു, സർക്കാരിനെതിരെ പല വിവാദങ്ങളും വന്നു. മറ്റേ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണം, മറ്റേ മാസപ്പടി കേസ് തുടങ്ങിയുള്ള പല ആരോപണങ്ങളും വന്നെങ്കിലും ഇതൊന്നും സർക്കാരിനെ ഏശാതെ പോയി. പ്രതിപക്ഷത്തിനും സർക്കാരിനെതിരെ അതൊരു ആയുധമാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ സർക്കാരിനെ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയത് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം തന്നെയാണ്. അക്കാര്യത്തിൽ മാത്രമേ സർക്കാർ യഥാർത്ഥത്തിൽ ഭയന്നുള്ളൂ. ബാക്കിയൊരു വിവാദത്തിലും അവർക്ക് അത്ര പേടിയുണ്ടായില്ല പിണറായിക്ക്. പക്ഷേ ഈ ശബരിമല എന്ന് പറഞ്ഞാൽ കൂടുതൽ BJPക്കും അനുകൂലമായിട്ട് വോട്ടുകൾ മറിയാനുള്ള സാധ്യതകളില്ലേ? എന്നാലും ഒരു പരിധി വരെ BJPക്ക് അനുകൂലമായിട്ട് മറിയെങ്കിലും ഈ സർക്കാരിനെതിരെ വിരോധമുള്ളവർ, എന്നാൽ BJPക്ക് വോട്ട് ചെയ്യാൻ മടിയുള്ളവരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ UDF-ന് വോട്ട് ചെയ്താക്കാന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശബരിമലയും സ്വർണ്ണപ്പാളി വിവാദം ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകുമെന്ന് അറിയണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മതിയാവും. മാത്രമല്ല, ഈ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം 50% സീറ്റുകളെങ്കിലും പിടിച്ചാൽ പോലും അവർക്ക് ഗുണകരമാണ്. കാരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു 72-73 സീറ്റൊക്കെ കിട്ടും. അങ്ങനെ ഒരു പകുതി 50-50 വന്നാൽ പോലും സർക്കാരിനെ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗുണകരമാണ്. കാരണം വെച്ചാൽ വലിയ ആരോപണങ്ങളൊക്കെ സർക്കാരിനെതിരെ ഉണ്ടായിട്ടും അവർ പിടിച്ചു നിന്നു. മാത്രമല്ല, നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, പുതുപ്പള്ളിയിൽ, തൃക്കാക്കരയിൽ, നിലമ്പൂർ, പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പെല്ലാം UDF വലിയ നേട്ടം കൊയ്തപ്പോഴും. അപ്പോൾ ആ ഒരു ടെമ്പോ UDF നിലനിർത്തി കഴിഞ്ഞാൽ അവർക്കൊരു 50% കൂടുതൽ മുകളിൽ കിട്ടേണ്ടതാണ്, 60 വരെ പോകേണ്ടതാണ്. പക്ഷെ അതിനവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അപ്പോൾ ഒരു 50 മുതൽ 60 ഇടയ്ക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വളരെ ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. BJPയുടെ ഇപ്പോഴത്തെ ഇത് എങ്ങനെ ആർക്ക് ഗുണം ചെയ്യും? BJP അവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് അവർക്ക് വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ ഇടതുമുന്നണിക്ക് ദോഷം ചെയ്യും, ചിലയിടങ്ങളിൽ UDF-ന് ദോഷം ചെയ്യും. തെക്കൻ ജില്ലകളിൽ അത് ഒരു പക്ഷേ UDF-ന് ദോഷം ചെയ്യുമ്പോൾ വടക്കൻ ജില്ലകളിൽ BJPയുടെ പെർഫോമൻസ് ഉയർന്നാൽ അത് ദോഷം ചെയ്യുന്നത് ശരിക്കും ഇടതുമുന്നണിയെയും അല്ലെങ്കിൽ CPM-നെ ആയിരിക്കും. കാരണം വടക്കൻ ജില്ലകളിൽ കോൺഗ്രസ് UDF വോട്ട് എന്ന് പറയുന്നത് മുസ്ലിം ലീഗും മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട വോട്ടുകളാണ് കൂടുതൽ. അപ്പോൾ ആ വോട്ടുകൾ കോൺഗ്രസിനും UDF-നും പോൾ ചെയ്യത്തോണം. അതേസമയം അതിനെ മറികടക്കാൻ LDF-ന് കഴിയുന്നത്, ഇടതുമുന്നണിക്ക് കഴിയുന്നത് ഹൈന്ദവ വോട്ടുകൾ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഹൈന്ദവ വോട്ടുകൾ BJP-യിലേക്ക് കഴിഞ്ഞാൽ ദോഷം ചെയ്യുന്നത് CPM-നും ഇടതുമുന്നണിക്കാണെങ്കിൽ തെക്കൻ പ്രദേശങ്ങളിൽ എറണാകുളം തൊട്ട് തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ BJP വോട്ട് പിടിക്കും. എന്തോരം വോട്ട് പിടിച്ചാൽ അല്ലെങ്കിൽ BJP നേട്ടമുണ്ടാക്കിയാൽ അതിൻ്റെ കോട്ടം ഉണ്ടാവുക UDF-നും കോൺഗ്രസിനായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു രീതി. ഈ തിരുവനന്തപുരമൊക്കെ പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ BJPയും കോൺഗ്രസും മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. LDF എന്ന് പറഞ്ഞാൽ ആരും ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല. ഇനി ആദ്യം തൊട്ട് തുടങ്ങണം. അപ്പോൾ മുൻപന്തിയിൽ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോഴത്തെ ഓട്ടത്തിൽ കോൺഗ്രസും BJP ആണെന്ന് പറയേണ്ടി വരും. അല്ല, കോൺഗ്രസും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷം
സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് യഥാർത്ഥത്തിൽ CPM. ഇവർ രണ്ടുപേരും സ്ഥാനാർത്ഥികളെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. ആരാണെന്നുള്ളത് ഇപ്പൊ ശ്രീലേഖ BJP നിർത്തി എന്ന് പറയുന്നത് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. അപ്പോഴൊക്കെ വരുന്ന ആ ഒരു ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് CPM വളർത്തുക എന്നുള്ളതാണ്. കാരണം അവർക്ക് ഭയമുണ്ട്. ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ മേയർ വളരെ അൺപോപ്പുലർ ആയിരുന്നു. അവർ വളരെ പെർഫോമൻസിന്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലൊക്കെ അൺപോപ്പുലറാണ്, ജനപ്രീതി നഷ്ടപ്പെട്ട ആളാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ഈ BJPയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥികളെ മനസ്സിലാക്കി അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി ആരെ അനൗൺസ് ചെയ്യിക്കാന്നുള്ള ഒരു തന്ത്രമായിട്ടാണ് കുറച്ചും കൂടി നല്ല ആളെ നിർത്താനുള്ള. അതെ. കാരണം വെച്ചാൽ അവിടെ കോൺഗ്രസ് കോർപ്പറേഷൻ പിടിച്ചാലും ഇനി BJP പിടിച്ചാലും CPM സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാവും. കാരണം വെച്ചാൽ അതനുസരിച്ചിട്ട് നിയമസഭാ സീറ്റുകൾ അവിടെ കുറഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇവരെ സ്ട്രാറ്റജി ഏതാണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ CPMന്റെ ഉദ്ദേശം. ഇക്കാലം അവരങ്ങനെ തന്നെയാണ്, അകത്തുള്ള തന്ത്രപരമായിട്ട് അവർ നിൽക്കുന്നത്. അപ്പോൾ ശബരിനാഥനെ കൊണ്ടുവന്നാൽ കോൺഗ്രസിന് ഗുണമുണ്ടാകുമോ, അല്ലെങ്കിൽ ശ്രീലേഖ പോലെ ആൾക്കാർ അവതരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ സ്ഥാനാർത്ഥികളാകുമ്പോൾ BJPക്ക് എന്തോരം ഗുണം ചെയ്യും, ഇതെല്ലാം നോക്കിയിട്ടാണ് അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. കാരണം CPM അങ്ങനെ കൃത്യമായ ഒരു ഗൈഡ് ലൈനോടുകൂടി അവർ മുന്നോട്ട് പോവുകയാണ്. ഇത് തിരുവനന്തപുരത്ത് മാത്രം കാര്യമാണ്. പിന്നെ ഉണ്ട് 5 കോർപ്പറേഷനുകളും മറ്റ് ജില്ലാ പഞ്ചായത്തുകൾ, പിന്നെ 954 ഗ്രാമപഞ്ചായത്തുകൾ അങ്ങനെ കിടക്കുന്നു. അതായത് 87 മുനിസിപ്പാലിറ്റികളുണ്ട്. ഇതിലെല്ലാം ഈ 6 കോർപ്പറേഷനുകളിൽ കഴിഞ്ഞ തവണ കണ്ണൂർ മാത്രമാണ് UDFന് കിട്ടിയത്. കൊച്ചി കോർപ്പറേഷൻ UDFന് നഷ്ടപ്പെട്ടത് അവരുടെ ഇടയിലുള്ള തമിഴ്നാടാണ്. കാരണം മേയർ സ്ഥാനാർത്ഥി NV വേണുഗോപാൽ ഒരു വോട്ടിന് തോറ്റുപോയി. പിന്നെ മുസ്ലിം ലീഗ് വിമതൻ കൂറുമാറിയത് പക്ഷേ ചേർന്ന് അങ്ങനെ തട്ടിക്കൂട്ട് ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ കൊച്ചി കോർപ്പറേഷൻ UDFന് കിട്ടേണ്ടതായിരുന്നു. പിന്നെ മാത്രമല്ല കൊല്ലം കോഴിക്കോട് ഈ 2 കോർപ്പറേഷനുകളും CPMന്റെ ഒരു കുത്തക കോർപ്പറേഷൻ പോലെയാണ്. പക്ഷേ തൃശ്ശൂർ അതുപോലെ തന്നെ UDFനുണ്ടായ പടലക്കടപ്പടക്കം UDF വിമതനായിട്ട് മത്സരിച്ച ആളാണ് അവിടെ മേയർ MK വർഗീസ് പറഞ്ഞത്. അതിലിപ്പോൾ BJPയിലേക്ക് പോയി. അപ്പോൾ കൊല്ലവും കൊച്ചിയും തൃശ്ശൂരും UDFന് കിട്ടേണ്ട നഗരസഭകളാണ്, സംശയമില്ലാക്കരുത്. പക്ഷേ തിരുവനന്തപുരം സാധ്യതയുണ്ട്. അതേസമയം കൊല്ലവും കോഴിക്കോടും CPMന് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം. കണ്ണൂരും ഒരു പക്ഷേ UDF പിടിക്കാവുന്ന, ഇപ്പോൾ UDF തന്നെ ഭരിക്കുന്നത്, പിടിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ 3 UDFന് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് കൊച്ചി, തൃശ്ശൂർ, കണ്ണൂർ എന്നുള്ളതാണ്. അതേസമയം LDFനെ സംബന്ധിച്ചിടത്തോളം അവർ തിരുവനന്തപുരത്ത് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, കൊല്ലത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്, കോഴിക്കോടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തിരുവനന്തപുരത്ത് ഇപ്പോൾ BJPയുടെ കടന്നുകയറ്റം എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നായാലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ 87 മുനിസിപ്പാലിറ്റികളിൽ ഏതാണ്ട് 45-ലധികം മുനിസിപ്പാലിറ്റികളിൽ ഉറപ്പാണ് LDF എന്നാണ് അവർ കരുതുന്നത്. അതുപോലെ ഗ്രാമപഞ്ചായത്തുകളിൽ 450-ലധികം 500-അടുത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ LDF തന്നെ ഭരണത്തിൽ വരും എന്നുള്ള ഉറപ്പാണ് CPMനുള്ളത്. അങ്ങനെ അപ്പോഴും ഒരു 50-60 എത്ര വലിയ തിരിച്ചടി ഉണ്ടായാലും 50-60% 50-നും 60-നും ഇടയ്ക്കുള്ളൊരു വിജയം അവർ 50-60% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തങ്ങളുടെ കൈ തന്നെ നിലനിർത്താനുള്ള ആത്മവിശ്വാസം ഇപ്പോഴും CPMനുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത്തവണത്തെ എന്നല്ല, ഇത്തവണ 1.5 കോടിയിലധികം വനിതകളുണ്ടെന്ന് പറഞ്ഞത്, സ്ത്രീ വോട്ടർമാർ. അപ്പോൾ അവർക്കിടെ മനസ്സിലിരിപ്പ് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ അതാണ് വിഷയം. ഇത്തവണ ഈ വിജയം നിർണ്ണയിക്കുക എന്നുള്ളത് സ്ത്രീ വോട്ടർമാരാണ്. 2,80,00,000 വോട്ടർമാരിൽ 1.5 കോടി 50%-ലധികം 55%-ഓളം ഈ സ്ത്രീ വോട്ടർമാരാണ്. അവർ കൃത്യമായിട്ട് വോട്ട് ചെയ്താൽ അവരെങ്ങോട്ട് തിരിയുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും അടിസ്ഥാന സംഭവം എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു, അവർ എങ്ങോട്ട് തിരിയുന്നു. കഴിഞ്ഞ തവണ LDFന് കിട്ടിയ ഗുണമെന്ന് പറഞ്ഞാൽ സ്ത്രീ വോട്ടർമാർ കിറ്റ് വിതരണം, കോവിഡ് നിയന്ത്രണം, ഇതെല്ലാത്തിനും കൊണ്ട് സ്ത്രീ വോട്ടർമാരുടെ ഒരു പിന്തുണ യഥാർത്ഥത്തിൽ കിട്ടിയിരുന്നു, പിണറായി സർക്കാരിന് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ആ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത്തവണ അതെങ്ങനെയായിരിക്കും, എങ്ങോട്ടാണ് തിരിയുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഏതായാലും സ്ത്രീ വോട്ടർമാർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ 60%-ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ, നിലനിർത്താൻ നിഷ്പ്രയാസം CPMന് നടന്നുകൊണ്ടെങ്കിൽ സാധിക്കും. ഇത്തവണ ഇത്രയും വിവാദങ്ങളുള്ളപ്പോൾ അത് മിക്കവാറും തന്നെ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശബരിമല ഏറ്റവും കൂടുതൽ ഹിന്ദു ഇതിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളവർ CPMന് നിന്ന് മാറി, അതിലുള്ളവർ പോലും മാറി ഇങ്ങോട്ട് കോൺഗ്രസിലേക്കോ BJPയിലേക്കോ മാറാൻ സാധ്യതകളില്ലേ? അല്ല, ഈ ശബരിമല വിഷയത്തിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ശബരിമല വിഷയത്തിൽ യഥാർത്ഥത്തിൽ
സർക്കാർ കടുത്ത നടപടികളെടുത്തു, അല്ലെങ്കിൽ കുറ്റക്കാരെ എല്ലാവരെയും കണ്ടെത്തി അവരെല്ലാം അറസ്റ്റിലായി എന്നൊക്കെയുള്ള ഒരു ധാരണ പരത്താൻ CPM ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശബരിമല വിഷയം യഥാർത്ഥത്തിൽ ഈ തെക്കൻ ജയകുമാറിനെ ഇപ്പൊ ഇതാക്കി. അപ്പോൾ ശബരിമല വിഷയം യഥാർത്ഥം തെക്കൻ ജില്ലകളെയാണ് കൂടുതൽ സ്വാധീനിക്കുക. വടക്കൻ ജില്ലകളിൽ പൊതുവെ രാഷ്ട്രീയമാണ് ഇലക്ഷൻ്റേത്. അങ്ങനെ ആ രാഷ്ട്രീയം വരുമ്പോൾ എങ്ങനെ ഇരിക്കും? ആ രാഷ്ട്രീയത്തിൽ CPM ലഭിച്ചിരുന്ന ഹൈന്ദവ വോട്ടുകൾ കണ്ണൂർ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ, പാലക്കാടൊക്കെ CPM പരമ്പരാഗതമായിട്ട് കിട്ടിക്കുന്ന ഹൈന്ദവ വോട്ടുകളിലേക്ക് BJP കടന്നു കയറി കഴിഞ്ഞാൽ അവിടെ CPM അടിപടലം പോകും, ഇടതുമുന്നണി അടിപടലം പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ വടക്കൻ ജില്ലകളിൽ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടാവും. ആ തിരിച്ചടി പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റില്ല. അതോടുകൂടി CPMൻ്റെ കഥ ഏറെക്കൂടെ കഴിയും. അതല്ല, വടക്കൻ ജില്ലകളിൽ കിട്ടുന്ന ഹൈന്ദവ വോട്ടുകൾ CPM പഴയതുപോലെ നിലനിർത്താൻ കഴിഞ്ഞാൽ, അതേസമയം തെക്കൻ ജില്ലകളിലെ ഹൈന്ദവ വോട്ടുകളിലേക്ക് BJP വലിയ കടന്നുകയറ്റം നടത്തുകയും ചെയ്താൽ പിന്നെ ഇടതുമുന്നണിക്ക് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട്, UDF പ്രതീക്ഷിക്കാനൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലെത്തും. ഇപ്പോൾ തെക്കൻ ജില്ലയുടെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരത്ത് IPS മറ്റേ ശ്രീലേഖ മാഡത്തിനെയാണ് ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ കോർപ്പറേഷൻ ആണുങ്ങളുടെ ആയിരിക്കും അല്ലേ, ആവില്ല. എന്നാൽ അപ്പം അങ്ങനെ ഒരു ഇതിൽ ഒരു IPS ഓഫീസർ, ഇത്രയും വലിയൊരു ഓഫീസർ ഒരു കൗൺസിലർ മാത്രമാവാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്, അല്ല, അതൊക്കെ അവരൊരു ദയനീയമായ ഒരു ചിത്രമാണ്. കാരണം വെച്ചാൽ ഒരു DGP റാങ്കിൽ ഇരുന്ന ഒരു സീനിയർ IPS ഓഫീസർ കോർപ്പറേഷൻ കൗൺസിലറായിരിക്കുക എന്നൊക്കെ പറയുന്നത്, കോർപ്പറേഷൻ കുറച്ചെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അങ്ങനെ ആയിരിക്കുന്നതിൽ മറ്റ് നിയമപരമായ രാഷ്ട്രീയപരമായ തെറ്റൊന്നുമില്ല, ആർക്കും വേണമെങ്കിലും മത്സരിക്കാം. പക്ഷേ ഒരു DGP റാങ്കിലിരുന്ന ഒരാൾ എങ്ങനെയാണ് കോർപ്പറേഷനിൽ ഒരു സാധാ ഒരു രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ വളരെ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ് കൂടുതലും കോർപ്പറേഷൻ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിലൊക്കെ മത്സരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അതിൻ്റെ കാര്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ തിരുവനന്തപുരം പോലുള്ള നഗരത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പോലെയല്ല, കുറച്ചുകൂടെ ആളുകൾ വളരെ വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല BJP ഇതിൽ കാണുന്നത്, ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായിട്ട് അവർ കാണുന്നു എന്നും കൂടി. അതാണ് വിഷയം. ഗൗരവമായിട്ട് വളരെ കാണുന്നത് മാത്രമല്ല, ഞങ്ങൾ അണിനിർത്തുന്ന ആളുകൾ, ഇപ്പോൾ പത്മിനി തോമസ് ആയാലും ശ്രീലേഖയായാലും സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ഞങ്ങൾക്ക് കൊണ്ട് അണിനിർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. അതെ, ആ ബോധ്യപ്പെടുത്തലിന് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ശ്രീലേഖ വെറും കോൺസുലേറ്റ് മത്സരിക്കും നമ്മൾ പറയുമ്പോഴും BJP ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു IPS ഓഫീസറെ ഇങ്ങനത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് എന്നുള്ളതാണ്. അത് കോർപ്പറേഷനിലേക്ക് അതൊരു സന്ദേശമാണ്, അതൊരു സന്ദേശം നൽകുന്നുണ്ട്, അതൊരു BJP സന്ദേശം നൽകുന്നുണ്ട്. ആ സന്ദേശം എത്ര കണ്ട് വിജയിക്കും, ജനങ്ങൾ ഉൾക്കൊള്ളും ആ രാഷ്ട്രീയം എന്നൊക്കെ ഉള്ളത് പിന്നീടുള്ള കാര്യം. പക്ഷേ ഏതായാലും ഇതൊരു കാര്യം ഉറപ്പാണ്, BJP ഏതായാലും കൃത്യമായ ചില പരീക്ഷണങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ IAS ഉദ്യോഗസ്ഥന്മാരെയും IPS ഉദ്യോഗസ്ഥന്മാരെയൊക്കെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നമുക്ക് കാണാം. അക്കാര്യം സംശയം വേണ്ട. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ശ്രീലേഖയൊക്കെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. BJP തീർച്ചയായിട്ടും അങ്ങനെ, കാരണം അവർ 8 സീറ്റ് കൃത്യമായിട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ 8 സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് ഡോസാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പൊക്കെ. ഏതായാലും അത് BJPക്ക് എത്ര കണ്ട് വോട്ടുകൾ വീഴുന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. BJPക്ക് വീഴുന്ന വോട്ടുകൾ, തെക്കൻ ജില്ലകളിൽ BJPക്ക് വീഴുന്ന വോട്ടുകൾ UDF പ്രതികൂലമായിട്ടിരിക്കും, വടക്കൻ ജില്ലകളിൽ BJPക്ക് വീഴുന്ന വോട്ടുകൾ LDF പ്രതികൂലമായിട്ടിരിക്കും. ഇപ്പോൾ രണ്ടുപേരുടെയും അടിത്തറ തോണ്ടുന്നത് BJP തന്നെ ആയിരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ടത്. BJP അപ്പോൾ ശരിക്കും ശക്തിയായിട്ട് വളർന്നു വന്നു എന്ന് പറയാം. അത് ഇലക്ഷൻ കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അങ്ങനെ ഒരു വലിയൊരു ഇത് BJPക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം ഈ പറയുന്ന പോലെ BJPക്ക് ഇപ്പോഴും വോട്ടുകളില്ല. അല്ല, ഒരു വിധി നിർണയം അവർ നടത്തുകയാണെങ്കിൽ ഒരു നിർണായക ശക്തിയായി മാറാമെന്ന് മാത്രമല്ല, അല്ലാതെ BJPക്ക് അടിസ്ഥാനമായിട്ട് കേരളത്തിൽ ശക്തമായി വോട്ട് ബാങ്ക് ഇപ്പോഴും ഇല്ല. ഒരു ടെമ്പോയുടെ പുറത്ത് കയറിപ്പോകുന്നുള്ളതല്ല. അതിപ്പോൾ മോഡി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മോഡിക്ക് വോട്ട് ചെയ്യുന്ന പോലെ അതുപോലെയുള്ളൊരു BJPക്ക് സ്വന്തമായിട്ടൊരു അടിത്തറയും വോട്ട് ബാങ്കും സൃഷ്ടിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ടെമ്പോയിൽ അവരെങ്ങനെയൊക്കെ എത്ര കയറിപ്പോകും, എത്ര പിടിക്കുന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പക്ഷേ ഈ പറയുന്നവർ അവർ പിടിക്കുന്ന 2 വോട്ടുകളെല്ലാം അത് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും തന്നെ ആയിരിക്കും, UDF തന്നെ ആയിരിക്കും, LDF തന്നെ ആയിരിക്കും. രണ്ടുപേർക്കും അത് നഷ്ടം ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയം വേണം.